സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിന്റെ ശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ആഗോള സഭയിലെ ഈ ഓർഡിനറി ടൈം 16th സൺഡേ, 16ാമത്തെ ഞായറാഴ്ച. ഈ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നത് ലോകത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പല രീതിയിലും ലോകത്തിൻ്റെതായ സ്വരം നമ്മളെ, ഈ ലോകത്തിൽ നമ്മൾ ഇടയനായ യേശു നമ്മളെ അദൃശ്യനായി ഇന്ന് ആത്മാവിൽ നമ്മളെ മുമ്പിൽ നടന്ന് അയക്കുന്ന കർത്താവാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അവിടുത്തെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. അദൃശ്യനായി നമ്മളെ നയിക്കുന്ന ഒരു ഇടയനെ പോലെ. ലൂക്ക 15 ഈശോ പറയുന്നുണ്ട്, ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ മറ്റു പല സ്വരങ്ങളും നമ്മൾ കേട്ട് മറ്റു പലതിൻ്റെയും പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സ്വരം കേൾക്കാൻ, അവൻ്റെ സ്വരം ശ്രവിക്കാൻ, അവൻ്റെ സ്വരത്തിൻ്റെ പിന്നാലെ പോകുവാൻ. കാരണം പാപമൂലം അന്ധരായി പോയവരാണ് നമ്മൾ. കണ്ണു കാണാൻ മേലാത്തത് കൊണ്ട് എതിലെയാണ് പോകേണ്ടത്. പക്ഷെ അവൻ്റെ സ്വരം എപ്പോഴും ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞു. നമ്മളുടെ ഞാനെന്ന ഭാവം, അഹങ്കാരം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മളെ വഴിതെറ്റിക്കുന്നു. പലപ്പോഴും നമ്മളെ രോഗത്തിലേക്കും ദുരിതത്തിലേക്കും നാശത്തിലേക്കും നമ്മയും നമ്മുടെ കുടുംബത്തിലേക്കും കൊണ്ടെത്തിക്കും. അവിടെയാണ് നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ സ്വരം, സ്നേഹമസൃണമായ സ്വരം, മാനസാന്തരപ്പെടുവിൻ, ക്ഷമിക്കുവിൻ, ഞാൻ സ്നേഹമാണ്, എൻ്റെ കൂടെ വരിക എന്നുള്ള കർത്താവിൻ്റെ സ്വരം നമ്മളെ നിരന്തരം നയിക്കട്ടെ എന്നാണ് ഈശോ ഇന്ന് ആഗോള സഭയിലെ തിരുവചനങ്ങളോടൊക്കെ നമ്മൾ ഓർപ്പിക്കുക. ഒന്നാമത്തെ വായന ഞായറാഴ്ച ദിവസം ജെറമിയ 23-ാമത്തെ അധ്യായം 1 തൊട്ടാണ്. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. ഇടയന്മാരെ നമ്മളെല്ലാവരും അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുന്നവരും, വീട്ടിലെ അപ്പനും അമ്മയും അവരുടെ കുഞ്ഞുങ്ങളെ നയിക്കുന്നവരും. ഒരു ഇടവ വികാരി ഒരു ഇടയനാണ്, ഒരു മെത്രാൻ ഒരു ഇടയനാണ്, ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഒരാൾ ഒരു ഇടയനാണ്. അങ്ങനെ എല്ലാ രീതിയിലും മാർപ്പാപ്പ ഇടയനാണ്, ഷെപ്പേർഡ്. അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് കാണപ്പെടുന്ന ഇടയന്മാരാണ് നമ്മൾ. മാതാപിതാക്കളും നേതാക്കന്മാരും അധ്യാപകരും സഭയെ നയിക്കുന്നവരൊക്കെ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ഇടയന്മാരാണ്. കാണപ്പെടുന്ന ഇടയന്മാർ കാണപ്പെടാത്ത ഇടയന്റെ സ്വരം കേട്ടുകൊണ്ട് മുന്നിൽ പോകുമ്പോൾ അതിന് പിന്നാലെ ഈ ഭൂമിയിലെ കാഴ്ചയുള്ള നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം കാണും. ആത്മീയ അന്ധത ബാധിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ആരെയെങ്കിലുമൊക്കെ അനുഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നവരെയും ഇടയന്റെ സ്വരം കേട്ട് നയിക്കുന്നവരാകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു. നമ്മളുടെ അനുസരണക്കേടും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ നമ്മളെ ശരിക്കും ക്രിസ്തുവിലേക്ക്, നിത്യതയിലേക്ക് നടത്തേണ്ടതിന് പകരം
ലോകത്തിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, മറ്റുള്ളവരെയൊക്കെ നമ്മൾ വഴിതെറ്റിച്ചു, നാശത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച് എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിക്കുന്നവയെ ഞാൻ ശേഖരിക്കും. നമ്മുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയതിനെ അവൻ തന്നെ വന്ന് കണ്ടുപിടിക്കും, ശേഖരിക്കുമെന്ന്. ആലയത്തിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. യേശുവിനെ കുറിച്ചാണ്, ദാവീദിന്റെ ഗോത്രത്തിൽ പിറക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശുവിനെ കുറിച്ചാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇന്ന് ന്യൂയോർക്കിൽ നിന്നും പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പ്രാർത്ഥന നയിക്കുമ്പോൾ ഓമന അലക്സ് നമ്മൾ ഓർപ്പിച്ച വചനം ഇന്ന് ആഗോള സഭയിലെ പ്രതിവേദ സങ്കീർത്തനമാണ്, ഇടയനാണ്. സങ്കീർത്തനം 23, കർത്താവാണ് എൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയൻ. നല്ലൊരു ബോധ്യം. മറ്റൊരു സ്വരവുമല്ല നമ്മൾ കേൾക്കേണ്ടത് യേശുവിൻ്റെ സ്വരമാണ്, ദൈവവചനമാണ് നമ്മൾ ഈ ലോകത്തിൽ കേൾക്കേണ്ടത്. നമ്മുടെ ജീവിതം, കാരണം നമ്മൾ പാപം മൂലം അന്ധരായി പോയ നമ്മൾക്ക് അവൻ്റെ സ്വരം എപ്പോഴും ശ്രദ്ധിക്കുവാനായിട്ട്, അത് കേട്ടുകൊണ്ട് അവനെ അനുഗമിക്കുവാനായിട്ട്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. അവനെ അനുഗമിക്കുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി, യേശു നാമം, ആ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അതെ, നീതിയുടെ യെരമ്യാ പറഞ്ഞ പോലെ നീതിയുടെ പാതയിൽ നമ്മളെ നയിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ എന്തെല്ലാമാണ്, ഏത് രോഗവും നമുക്ക് വേണേൽ പിടിക്കാം. ഇത്രമാത്രം അപകടകരമായ ഏത് വൈറസും, അല്ലേ, സിംഹങ്ങളെ പോലെ പാമ്പിൻ്റെ കടിക്കാൻ വഴിയിൽ കാത്തിരിക്കുന്ന പാമ്പിനെ പോലെ നമ്മളെ രോഗാണുക്കൾ എന്ന വഴിയിൽ നമ്മൾ അറിയാത്തിടത്തൊക്കെ പതിയിരിപ്പുണ്ട്. അപ്പം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം അവിടുത്തേക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. രോഗങ്ങളും രോഗാണുക്കളും രോഗങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെ ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ അതിലൊന്നും ഉൾപ്പെടാതെ, പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാൻ ഇടയാകരുതേ, അല്ലെങ്കിൽ പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നൊക്കെ. കാരണം അവൻ നമ്മളെ നയിക്കുകയാണെങ്കിൽ നമ്മൾ വഴിതെറ്റി പോവുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഈ ഭൂമിയിൽ, അല്ലെ, 4ാമത്തെ കൽപ്പനയെ നമ്മൾ പലപ്പോഴും വാഗ്ദാനത്തോടു കൂടിയൊരു കൽപ്പന എന്ന് പറയുന്നത് എന്താ? അവൻ്റെ വാക്കനുസരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ നല്ല കാലം, ദീർഘകാലം ജീവിച്ചിരിക്കാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അല്ലെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ 4ാമത്തെ കൽപ്പനയാണ്. അപ്പോൾ അവൻ്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ നമുക്ക് ദീർഘകാലം, അല്ലെ, അവൻ നമ്മളെ നയിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ദീർഘകാലം സന്തോഷത്തിൽ വസിക്കാനായിട്ട് പറ്റും എന്നാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കരുത്. ആഗോളസഭ 2ാമത്തെ വായന പൗലോസ് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 2ാമത്തെ അധ്യായം 11 തൊട്ടാണ്. നിങ്ങൾ ശരീരം കൊണ്ട്
വിജാതീയരായിരുന്നപ്പോൾ, ഇന്നത്തെ ഒരു 2 വചനം മുമ്പോട്ട് വായിക്കുകയാണ്, പുറകോട്ട് വായിക്കുകയാണ്. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദരെന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. വിജാതീയരുടെ ഇടയിൽ പൗലോസ് അപ്പോസ്തലൻ, യഹൂദരാദ്യം ക്രിസ്ത്യാനികളായി, അവർ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ് യഹൂദർ. അവർ ക്രിസ്ത്യാനികളായപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഗലാത്യ സഭയിലൊക്കെ പരിച്ഛേദനം സ്വീകരിച്ചാലേ ആകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതിനാണ് വിജാതീയ സഭയോട് എഫേസുസിലെ പൗലോസ് എന്ന് പറയുകയാണ്, നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദരെന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. വിജാതീയർ ക്രിസ്ത്യാനികളായപ്പോൾ അവരെ ഉൾക്കൊള്ളത്തില്ല. നിങ്ങൾ അപരിച്ഛേദരാണ്. നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാകാൻ, യഹൂദർക്ക് മാത്രമേ ക്രിസ്ത്യാനികളാകാൻ സാധിക്കൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് ആദ്യമുണ്ട്. കാരണം ജെറുസലേമിലാണല്ലോ ആദ്യം സഭയുണ്ടായി, യഹൂദരുടെ ഇടയിലാണല്ലോ. യേശു യഹൂദനായിരുന്നല്ലോ. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. ഇന്നത്തെ വായന ഇവിടം തൊട്ടാണ്, 13 തൊട്ട്. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. അതായത് മാമോദീസായിലൂടെ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ അബ്രാഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് കണക്ട് ചെയ്യാണ്. അബ്രാഹത്തിലൂടെ മുമ്പോട്ട് ഇറങ്ങി വന്ന ക്രിസ്തു, അബ്രാഹത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ഇസഹാക്കിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, യാക്കോബിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, യൂദായിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, യൂദായുടെ ഗോത്രത്തിലൂടെ ദാവീദിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, സോളമനിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. സോളമന്റെ വംശാവലിയിലൂടെ പിന്നെ താഴോട്ട് നമ്മൾ സാമുവേൽ പ്രവാചന പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ യേശുപിതാവ് ജോസഫിൽ, ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയെന്നാണ് സുവിശേഷത്തിൽ യേശുവിൻ വംശാവലി പറയുമ്പോൾ. അതായത് അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട യൂദാ ഗോത്രത്തിലുള്ള ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം കഴിയുന്ന മറിയത്തോടാണ് ദൈവദൂതൻ വന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനായിരിക്കും ക്രിസ്തു, മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കുന്ന, അവനെ നീ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ യേശുവിന്റെ രക്തം വഴി, അവന്റെ പരിഹാരം വഴി അവൻ ദൈവ കുഞ്ഞാടാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ യേശു ക്രിസ്തുവിലൂടെ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അബ്രാഹത്തിന്റെ സന്തതികളല്ലാത്ത ലോകത്തിന്റെ എല്ലാ ജാതി ജനതകളിലും വ്യത്യസ്തമായ ഗോത്രങ്ങളിലും വംശങ്ങളിലും പെട്ടവരെ യേശു ക്രിസ്തുവിനെ ആത്മാവായി സ്വീകരിക്കുമ്പോൾ നമ്മളെല്ലാം ലോകം മുഴുവനും ദൈവ മക്കളായി മാറുകയാണ്. ആദ്യം യഹൂദർക്കും അല്ലെ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നത്. യേശു ക്രിസ്തു വഴി സകലർക്കും രക്ഷയുണ്ട് എന്ന് ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ എന്ന്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. യേശു ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും, അതായത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നവരായിരുന്നു പൗലോസ് ഓർപ്പിക്കുന്നു. നമ്മുടെ ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവവചനം പാലിക്കാത്തവരായിരുന്നു. അപ്പൊ ദൈവവചനം പാലിക്കുന്നവരായ യഹൂദരെയും ദൈവവചനം പാലിക്കാത്തവരായ വിജാതീയരായിരുന്നവരെയും എല്ലാം ഒന്നിപ്പിക്കുകയും ദൈവത്തോട് ഒന്നിപ്പിച്ചു യേശുക്രിസ്തു വഴി. ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം, അതായത് യഹൂദർക്ക് നൽകിയ, മോശയിലൂടെ നൽകപ്പെട്ട നിയമം അനുസരിച്ച് 10 കൽപ്പനകളെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു അത് പാലിക്കാതെ അത് വലിച്ചു പാലിക്കാൻ ജനങ്ങൾ അതിൽ നിന്ന് അകന്നു പോകേണ്ട കൽപ്പനകളെ വീണ്ടും വലിച്ചു നീട്ടി 613 കൽപ്പനകളാക്കി. അതനുസരിച്ചാൽ മാത്രമേ ഈ 613 കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ നല്ലൊരു യഹൂദനായി ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു അന്നെങ്കിൽ കൽപ്പനകളുടെയും
ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ ശരീരത്തിൽ പാപത്തിന്റെ 10 കൽപ്പനകളെ 613 കൽപ്പനകൾ പാലിക്കാത്തതിനുള്ള ശിക്ഷ അന്നങ്ങനെ ആയിരുന്നല്ലോ. ഒരുത്തന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണെങ്കിൽ കുത്തിപ്പൊട്ടിക്കുന്നവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം. ഒരാൾ ഒരുത്തനെ കൊല്ലുകയാണെങ്കിൽ കൊന്നവനെ മറ്റുള്ളവരോട് കൊല്ലണം. പിന്നെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ആൾ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിയമമായിരുന്നു അന്ന്. നിയമം അനുസരിച്ചായിരുന്നു അവർ നടപ്പാക്കിയുടെ രക്ഷയുടെ വഴിയിലേക്ക് അവരെ നയിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വരാനിരിക്കുന്ന നമ്മളുടെ പാപത്തിന്റെ ഫലമായി നമ്മൾ കൊല്ലപ്പെടേണ്ടിയിരുന്ന, നമ്മൾ നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ തൻ്റെ മരണത്താൽ, അവൻ തൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടി ഏറ്റ സഹനങ്ങളാൽ, പീഡകളാൽ അവൻ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട്, കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും. പൗലോസ് യഹൂദനായിരുന്നല്ലോ. അപ്പോൾ എഫേസുകാർ വിജാതീയരായിരുന്നു. ഇപ്പം നമ്മളോട് പറയുമ്പോഴും നമ്മളാരും യഹൂദരൽ, നമ്മൾ വിജാതീയരുടെ വംശത്തിൽപ്പെട്ടവരായിരുന്നു. ഞങ്ങളോട് അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ, അതെ അവന്റെ പരിശുദ്ധാത്മാവിലൂടെ, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. റോമർ 8 പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല. പണ്ടെന്താ 12 ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മക്കളായ 12 മക്കളുടെ 12 ഗോത്രത്തിലുള്ളവരായിരുന്നു യഥാർത്ഥത്തിൽ ദൈവമക്കള്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടു പോയ 12 ഗോത്രങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈശോ പറഞ്ഞു. അപ്പൊ അവര് മാത്രമായിരുന്നു രക്ഷ എന്ന് കരുതിയിരുന്നവർ ഇന്നങ്ങനെയല്ല. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവ്, അതായത് ഇന്ന് ആ രക്തത്തിലൂടെ, അബ്രാഹത്തിന്റെ സന്തതിയുടെ രക്തത്തിലൂടെ വംശാവലി നമ്മൾ മത്തായി 1 വായിക്കുന്നുള്ളൂ. യേശുക്രിസ്തു വംശാവലി അബ്രാഹത്തിലൂടെ, അല്ലെ, രക്തത്തിലൂടെ, രക്തബന്ധത്തിലൂടെ വരുന്ന ഒരു ബന്ധമായിരുന്നെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ ആത്മാവിലൂടെയാണ്. ഇന്ന് ആത്മീയ ബന്ധമാണ്. അവന്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ടാണ് ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആരെല്ലാം അവന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു, അവന് നമുക്ക് ദൈവവുമായുള്ള നിത്യതയിലെ നിത്യനായ സർവശക്തനായ ദൈവമായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ഉള്ളിലുള്ള ദൈവ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് ദൈവവുമായിട്ടൊരു ആത്മീയ ബന്ധം, നിത്യതയിലും നിലനിൽക്കുന്ന ഒരു ബന്ധം, ഈ ഭൂമിയിൽ മരിച്ചടക്കപ്പെടുമ്പോൾ ഈ മണ്ണിൽ അടിഞ്ഞു തീരുന്ന ഒരു ബന്ധമല്ല, മരണമില്ലാത്തവനായ നിത്യനായ ദൈവാത്മാവ്, പിതാവായ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ യേശുവിലൂടെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക്, ദൈവ മക്കളെന്ന ബന്ധത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ, അതെ, അവൻ കുരിശിൽ മരിക്കുക മാത്രമല്ല, അവൻ നമ്മളെ ഉത്ഥാനം ചെയ്ത് അവന്റെ കൂടെ ആക്കിയിട്ട് അവന്റെ ആത്മാവിനെയാണ് നമ്മൾക്ക് ഇന്ന് ലഭിച്ചത്. മാമോദീസായിലൂടെ അവന്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നാം ദൈവ മക്കളായ ദൈവത്തിന്റെ ആത്മാവിലൂടെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. റോമർ 8 നമ്മൾ 14-15 ചിന്തിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, വിജാതിയിലായിരുന്നപ്പോൾ ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുമോ, നിത്യത്തിലേക്ക് പോകുമോ, ഏത് ദൈവമാണ് എന്നെ രക്ഷിക്കുക, അല്ലെ ഏത് ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ നിത്യനായ ഏക സത്യതയും എല്ലാ ജാതികളും വിളിക്കുന്ന ഒരേ ഒരു ദൈവം, ആ ദൈവം തന്നെ ആത്മാവായി നമ്മളിലേക്ക് വന്നുകൊണ്ട് നാം ആത്മാവില് ദൈവത്തിന്റെ മക്കളായി. സമരിയക്കാരുടെ യേശു പറഞ്ഞ യഥാർത്ഥ ദൈവം ആത്മാവാണ്. യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. ദൈവാത്മാവ് എൻ്റെ ഉള്ളിലുള്ളപ്പോഴാണ്, അല്ലെ പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്തോസ് 12 ദൈവാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവേ
രക്ഷക, എൻ്റെ ദൈവമേ എന്ന് യേശുവിനെ വിളിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവാത്മാവിലൂടെ അല്ലാതെ, വീണ്ടും റോമർ 8:14-15 നമ്മൾ 15 പറയുന്നുള്ളൂ, ദൈവാത്മാവിലൂടെ അല്ലാതെ, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിലുള്ള ദൈവത്തെ അബ്ബാ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ്, യേശുവിലുണ്ടായിരുന്ന ആത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നതിനാൽ നാം ദൈവ മക്കളാണ്. ആ ആത്മാവിനെ നാം നമ്മുടെ ഉള്ളിൽ നിലനിർത്തണം. യേശുവിൻ്റെ വഴിയെ അവൻ്റെ പിന്നാലെ നടക്കുമ്പോഴാണ്, അവൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ്, അല്ലെ, യേശുവിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ്. യോഹന്നാൻ 14 എപ്പോഴും ചിന്തിക്കുന്ന വചനമുണ്ടല്ലോ, 14:23 യോഹന്നാൻ 14:20 യേശു പറഞ്ഞു, ആ ദിവസം നിങ്ങൾ അറിയും, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, അല്ല, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും, ഞാൻ നിങ്ങളുടെ ഉള്ളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അവിടെ നോക്കണം, നമ്മൾ ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവർ ഒരിക്കലും നമുക്ക് ദൈവപിതാവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. കാരണം നമ്മളുടെ പാപം മൂലം പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ പ്രിയ പുത്രി എന്ന് നമ്മളെ വിളിക്കാൻ ദൈവത്തിനൊരിക്കലും നിത്യനായ ദൈവത്തിനൊരിക്കലും സാധിക്കുമായിരുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലെ പാപം നിമിത്തം. എന്താ ചെയ്തത്? അതുകൊണ്ട് ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നുകൊണ്ട്, മനുഷ്യനായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു നമ്മളെ സ്നേഹിച്ചു. യേശുവിന്റെ ഉള്ളിൽ നമ്മളെ പ്രവേശിപ്പിച്ചു. ഹൃദയം തുറന്ന് അവൻ നമ്മളെ സ്നേഹിച്ചു. യേശു നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഉള്ളിലായി. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഉള്ളിലായപ്പോൾ യേശു പിതാവിന്റെ ഉള്ളിലാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു എന്ന് യേശുവിനെ നോക്കിയാണ് പറഞ്ഞത്. അല്ലേ, നമ്മൾ കേൾക്കുന്നുണ്ട് മാമോദീസ സമയത്ത്, ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനിൽ വിശ്വസിക്കുവിൻ. താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അവർ കേട്ടു, ഇവന്റെ പ്രിയ പുത്രനാകുന്നു, നിങ്ങൾ ഇവനെ ശ്രവിക്കുവിൻ. യേശു നമ്മെ സ്നേഹിച്ചു. യേശുവിന്റെ ഉള്ളിൽ നമ്മെ ആക്കിയപ്പോൾ യേശു പിതാവിന്റെ ഉള്ളിലായതുകൊണ്ട് നമ്മളും പിതാവിന്റെ ഉള്ളിലായി, പിതാവിന്റെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ യേശുവിന്റെ ഉള്ളിൽ നമ്മളെ പ്രവേശിപ്പിച്ചുകൊണ്ട്, യേശുവിന്റെ ഉള്ളിൽ നമ്മളാണെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു കുളത്തിലേക്ക്, ഒരു കുപ്പിയുടെ അടപ്പ് തുറന്നൊരു കുളത്തിലേക്ക് ഒരു ബോട്ടിൽ എറിയുകയാണെങ്കിൽ, ശൂന്യമായൊരു ബോട്ടിൽ കുളത്തിലേക്ക് എറിയുകയാണെങ്കിൽ, അല്പം നേരം ആ കുളത്തിൻ്റെ ഉള്ളിലേക്ക് ആ ബോട്ടിൽ ഇറങ്ങുമ്പോൾ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ വെള്ളം നിറയും. യേശു നമ്മളെ തൻ്റെ ഉള്ളിലാക്കിയപ്പോൾ അവൻ്റെ സ്നേഹവും അവൻ്റെ നന്മയും അവൻ്റെ കരുണയും അവൻ്റെ കൃപയും അവൻ്റെ ആത്മാവിൽ നമ്മൾ നിറയുകയാണ്. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ഉള്ളിൽ എന്നും ആയിരിക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെ ഉള്ളിലാണ്, നിത്യതയിലും അവൻ്റെ ഉള്ളിലായിരിക്കും. നമുക്കായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ പിതാവിൻ്റെ ഉള്ളിലാകാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇത് വലിയൊരു മേഖലയാണ്. ഈശോ പറഞ്ഞു, എൻ്റെ വചനം നിങ്ങൾ പാലിക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളിലായതുകൊണ്ട്, പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മൾ യേശുവിൻ്റെ ഉള്ളിലായതുകൊണ്ട് യോഹന്നാൻ 14:23 എൻ്റെ പിതാവ് നിങ്ങളെയും സ്നേഹിക്കും, കാരണം എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ഉള്ളിലായതുകൊണ്ട് എൻ്റെ പിതാവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. ഞങ്ങൾ പിതാവും പുത്രനും നിങ്ങളിൽ വന്ന് വാസമുറപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്ന് പറഞ്ഞാണ്. കൃപ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും. കാരണം നമ്മൾ പാപികളായിരിക്കും, അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ്റെ ഉള്ളിൽ നമ്മളെ പ്രവേശിപ്പിച്ചു. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. അത് അവൻ്റെ കൃപയാണ്. അങ്ങനെയാണ് നമുക്ക് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് ആ ഒരു രീതിയാണ്. നമ്മൾ അറിയണം, നല്ല ഇടയനായ യേശുവിൻ്റെ സ്വരം കേട്ട് നാം അവനെ അനുഗമിക്കുമ്പോൾ നാം അവൻ്റെ ഉള്ളിൽ ഞാൻ പറയും നടക്കുന്നത് വിശുദ്ധ കുർബാന. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഒരു അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുമ്പോൾ, നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മൾ അവനോടൊപ്പം നമ്മളെ സമർപ്പിക്കുമ്പോൾ, അല്ലെ ആ കൂദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ, നമ്മൾ കാഴ്ചവെപ്പിന് സമയത്ത് നമ്മൾ അപ്പത്തോട് വീഞ്ഞിനോടും ചേർത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പാപങ്ങളോടും
കുർബാനയോട് അനുദപിച്ചുകൊണ്ട് അവനോട് ചേർന്നുകൊണ്ട് അവനുമായി ഒന്നായി തീർന്ന് നമ്മുടെ രോഗങ്ങളെയും പാപങ്ങളെയും വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുമ്പോൾ, ആ കൂദാശ ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ, ഇതിന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ, അവന്റെ രക്തത്തിലും അവന്റെ ശരീരത്തിന്റെ ഉള്ളിലും നാം ആകുകയാണ്. ലത്തീൻ കുർബാനയില് അല്ലേ കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച് നമ്മൾ പറയാറില്ലേ, ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. നമ്മൾ അവൻ്റെ ഉള്ളിലാണ്. പിന്നെ നമ്മൾ അവനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. നമ്മൾ ദ ഹോളി കമ്മ്യൂണിയൻ, മനസ്സ് അനുദപിച്ചുകൊണ്ട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലേ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാം. സഹോദര തെറ്റുകൾ ക്ഷമിക്കാം. സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് അനുതാപത്തോടെ നമുക്ക് അവനെ സമീപിക്കാം. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു. അങ്ങനെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് നാം നിൽക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ നിറയുകയാണ്. ഇത് നമ്മൾ അറിയണം. ഇതാണ് യേശു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, നാം ഇന്ന് നിത്യപിതാവിൻ്റെ ഹൃദയത്തിലാണ്. കാരണം നാം യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ആയിരിക്കണം. ഇന്നത്തെ സുവിശേഷം മർക്കോസ് 6-ാമത്തെ അധ്യായം 30 ഒരു ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അത് നമ്മൾ ചിന്തിക്കുകയാണ്. ലൂക്കായുടെ നല്ല ഇടയൻ, ലൂക്കായുടെ സുവിശേഷം യോഹന്നാൻ 10 ലൂക്കായിലും ഉണ്ട് അല്ലേ. ആ നല്ല നമ്മൾ ചിന്തിച്ചാണ്, നല്ല ഇടയൻ 100 ആടുകൾ ഉണ്ടായിരിക്കുക, ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത് 100 ആടുകൾ 99 നീതിമാന്മാരെയും എല്ലാം കാണാതെ കൂടെയുള്ള 99 ആ മരുഭൂമിയിൽ വിട്ട്. മരുഭൂമിയിൽ അപകടമുണ്ട്. അവിടെ സിംഹമുണ്ട്, കടുവായുണ്ട്, പുലിയുണ്ട്, അല്ല ചെന്നായുണ്ട്. അവിടെ അത് കുഴപ്പമൊന്നും തൻ്റെ ആ സംരക്ഷണം അവയ്ക്കുള്ളത് കൊണ്ട് ഈ 99 അവിടെ വിട്ടിട്ട് കാണാതെ പോയ നിങ്ങളെ തേടി വന്ന് തൻ്റെ തോളിലേറ്റി തൻ്റെ സ്നേഹം കൊണ്ട് കഴിഞ്ഞ നാളിൽ നാം അവനെ അറിയില്ലായിരുന്നു. പക്ഷെ അവൻ ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, തകർച്ചകളിൽ നാം അവനെ കണ്ണുനീരോടെ ഈശോയേ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചപ്പോൾ നമ്മുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ തോളിലേറ്റി നമ്മളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നല്ല ഇടയൻ ഈശോ. അവനാണ് ഈശോ. യോഹന്നാൻ 10 ഇങ്ങനെ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട്, യോഹന്നാൻ 10:7 ഇന്നത്തെ വായനയല്ലത്, ഞാൻ ഓർപ്പിക്കുകയാണ്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്കും വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരും. എന്ന് പറഞ്ഞാൽ സകല പ്രവാചകന്മാരും മിക്കവരും പേര് സ്വന്തം കാര്യത്തിനു വേണ്ടി വന്നവരാണ്. പലരും, എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. എന്നിലൂടെ, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. കർത്താവിൻ്റെ ഉള്ളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ്, നമ്മൾ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നവരാണ്. പക്ഷെ അതേസമയം നാം അവൻ്റെ ഉള്ളിൽ തിരിച്ചു വന്ന് അവൻ്റെ ഉള്ളിൽ പകൽ മേയ്ക്കാൻ നമ്മളെ വിട്ടുകഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആലയിലേക്ക് തിരിച്ചു വരുന്നവരാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നിരന്തരം അവൻ്റെ ഉള്ളിൽ പകലത്തെ നമ്മുടെ ജോലിയും അധ്വാനവും ലോകത്തിൽ നമ്മൾ അലഞ്ഞു നടന്നിട്ട് തിരികെ അവൻ്റെ ഉള്ളിൽ അവനാണ് വാതിൽ. ഐ ആം ദി വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദി ലൈഫ് എന്ന് ഈശോ പറഞ്ഞു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നാം അവൻ്റെ ഉള്ളിലാണ് എന്നുള്ളൊരു ബോധ്യം അവൻ്റെ ഉള്ളിലായിരിക്കണം. നമ്മൾ തിരിച്ച് അവനിലേക്ക്, അവൻ ആലയിലേക്ക് തിരിച്ചു വരുന്ന ആടുകളെ പോലെ അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഈശോ പറയാണ്, എന്നിട്ട് സാത്താനുണ്ട് ലോകത്തിൽ പറയാണ്, ചെന്നായെ പോലെ മോഷ്ടിക്കുവാനും കൊല്ലുവാൻ നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. നമ്മളെ മോഷ്ടിക്കുവാൻ, നമ്മുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അലറിപ്പായുന്ന സിംഹത്തെ പോലെ സാത്താൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അതെ, ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അതെ, ഈശോ ഇന്ന് ആദ്യം മുതലേ നമ്മളോട് പറയുന്നത് അവൻ നല്ല ഇടയൻ, അവൻ്റെ ഉള്ളിൽ അവൻ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു എന്ന്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനുള്ള ആ തുടക്കത്തിൽ ഈശോ പഠിപ്പിച്ച ഒരു കാര്യമാണ് മർക്കോസ് 6:30 തൊട്ട്
അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും ഇടയനില്ലാത്ത ആടുകളെ പോലെ അവനെ കണ്ടപ്പോൾ അവനാണ് ഇടയനെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും യേശുവിനും അപ്പോസ്തലന്മാർക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പറഞ്ഞു, യേശു പറഞ്ഞു, നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയും അല്പം നേരം ഒന്ന് ഇരിക്കാം. എന്നാൽ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങോട്ടാണ് പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നിട്ട് പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്നവനായ, നമ്മെ നയിക്കുന്നവനായ നമ്മൾ അവൻ്റെ സ്വരം കേട്ട് നമുക്ക് അവനെ അനുഗമിക്കാം. പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.